So hello guys, welcome back to QFSMB. So ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കുറേ ദിവസമായി. ആൻഡ് ഇത്രയും ദിവസം വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ QFSMBയിൽ ബേസ് ഗ്രൈൻഡിങ്ങിലായിരുന്നു. സോ കുറച്ച് ദിവസം അത്യാവശ്യം ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ബേസിൽ. ആൻഡ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഒരു ഫാമിലി ട്രിപ്പ് പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. സോ ഇന്ന് വന്നിട്ടേ ഉള്ളൂ. അതിനുള്ളൊരു ബോഡി പെയിൻ എല്ലാം എനിക്കുണ്ട്. ഈ വീഡിയോ കൂടെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നാളെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. ആൻഡ് ഈ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഒരു 1 to 3 days ആയി ഞാൻ ഇത് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ. സോ അതിനുള്ളൊരു ഇതെല്ലാം എനിക്കുണ്ട്. എത്രയാടാ പിങ്? ഹലോ, ഡയലോഗ് കേട്ടാ തോന്നുന്നു എന്റെ വീട്ടിന്റെ മുറ്റത്താറ്റാണ് വൈഫൈ ഉള്ളത്. അപ്പുറത്തെ വീട്ടിലല്ലേ, അപ്പുറത്തെ വീട്ടിൽ ഒരു വീട് വീട്ടെന്ന് പറഞ്ഞ വീട് 1000 ഇത്ര ലവിങ് വരുന്നത്. ആ നാടാ എന്തോ പൊളിഞ്ഞച്ചാ, ചെമ്പ് വീണിയാ എന്തോ ചെമ്പ് പൊട്ടി വച്ച റിസോഴ്സ് പാക്കിന്റെ ഇരിക്കും. ചെമ്പായിരിക്കൂല ഇത്. എന്തോ പൊട്ടിയില്ലേ? സോ ആഫ്റ്റർ എ ലോങ് ടൈം ഓഫ് ഗ്രൈൻഡിങ് നമ്മളിത് ബേസ് അത്യാവശ്യം സെറ്റാക്കി വെച്ചു. ആൻഡ് വില്ലേജർ ട്രേഡിംഗ് ഹാൾ എവറിത്തിങ് ഇസ് ഡൺ. സോ നമുക്കിനി ഈ ബേസ് എന്തായാലും മേ ബി ഒരു അത്യാവശ്യം ദിവസം ഇവിടെ തന്നെ ഉണ്ടാകും. കാരണം ഇത് കുറേ ദൂരം എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് വെള്ളത്തിൻ്റെ അടിയിൽ ഒരു ഇഗ്ലൂ ഇല്ലാത്തെന്നുള്ള വില്ലേജസിനെ നമ്മളിവിടെ കൊണ്ടുവന്നത്. സോ അതുകൊണ്ട് എത്രയ്ക്കും സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. സോ ഇതെന്റെ ഫ്രണ്ട് അൺനോൺ. സോ ഇവനും നമ്മളൊക്കെ കൂടിയാണ് ഈ ബേസ് സെറ്റ് ചെയ്ത്. ആൻഡ് ഇവൻ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് വേറൊരുത്തനായിട്ട്. ഇവൻ എൻ്റെ കൂടെ ഉള്ള പണ്ടുള്ള ഫ്രണ്ടാണ്, ലൈക്ക് മാട്രിക്സ് തൊട്ടുള്ളൊരു ഫ്രണ്ട്സാണ് നമ്മള്. സോ പുറത്തുനിന്ന് വരുന്ന ടീമൊന്നും ആക്കുന്നില്ല. ആൻഡ് ഇതാണ് നമ്മുടെ ബേസ്. സോ ഈ ബേസ് നമുക്ക് ഇനി ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. റെക്കോർഡല്ലാണ്, റെക്കോർഡ് ഞാൻ പോണാക്കും, അത് വരി മറന്നുമില്ല. ഇങ്ങനെ ഓരോന്നാ പറ്റുക. ഇതിന് വോയിസ് പറയേണ്ടി വരും, കൈയല്ല വോയിസ് പറയും. ചെറിയ ചെറിയ കട്ടലാണ്. ഓക്കെ, മറ്റേ അലി വിളിച്ചായിരിക്കും എന്ത് തെറ്റുണ്ടെങ്കിൽ മാറ്റാ. ഇല്ല, ഇവനെ അലീനെ വിളിക്കും ഞാൻ. അലിന്ന് വെച്ചാൽ അലി ആദ്യം നല്ലൊരു സാമ്യമില്ലടാ. ഞാൻ ഇവൻ അലിന്ന് പേര് വന്നേ, അതെല്ലാം ഇവന് പേര് വരാൻ കാരണം ഇവൻ തന്നെയാ. അതങ്ങനെ സംഭവം പറയാണ്ട്. ഞാൻ ക്ലാസ്സിലിരിക്കുന്നത്, നമ്മള് +1 എവിടെ കയറ്റിയ +2 എന്തിനാടാ പറ അലിന്ന് വിളിക്കാൻ തുടങ്ങിയ. ഇവ +1 +2 ഒരു ദിവസം രാവിലെ വരുന്നേ, നമ്മള് ബസ് ഉണ്ടാവും, രാവിലെ ബസ് ഉണ്ടാവും. ഞാൻ നോക്കുമ്പോ രാവിലെ ഒരുത്ത ക്ലീൻ ചെയ്യുവെല്ലാം ചെയ്ത് വന്നിന് ക്ലാസ്സില്. ക്ലീൻ ചെയ്യുവെല്ലാം ചെയ്ത് വന്നു. ആ ദിവസം തന്നെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു ഒന്ന്. എന്നിട്ട് നമ്മളെന്താക്കി, അവന്റെ ഇവൻ സെൽഫി എടുത്ത് അതിനകത്ത് ഇവന് മീശയില്ല. ഫോട്ടോ എന്നിട്ട് അതിൽ ഇവന് മീശയില്ലേ, ഇവൻ മറ്റേ നമ്മളെ ഹാജി അറിയാലും പോലെ മീശയില്ല, താടിയുണ്ട്. അയ്യൊരു സ്കീമില് നമ്മള് അന്നേരം പാട്ട് ട്രെൻഡ് ചെയ്യുന്നു. പാട്ട് ഓർമ്മയുണ്ടാ? മറ്റേ ട്രെൻഡ് പാട്ട് സൗത്ത് സഫി ബുൾബുളി തന്നെ പറഞ്ഞുള്ള. എന്നിട്ട് അതെല്ലാം വെച്ചിട്ട് ഇവനെ ഹാജിയറാക്കി വിട്ട് ഒരു സ്റ്റോറിയിലിട്ട്. അല്ല, താടിയില്ല, ഫുള്ള് ക്ലീൻ ചെയ്ത് താടി നമ്മള് ഹാജിയറ താടി വെച്ചു കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ എടുത്തിട്ട് പുള്ളേ അത് തന്നെ. പിന്നെ നമ്മൾ അലീന്ന് വിളിക്കാൻ തുടങ്ങി.
കയ്യിലൊരു പോയിന്റ് തന്നെയാണ്. ആൻഡ് സോ ഇതാണ് എന്റെ ബേസ്. ഞാൻ ഓൾറെഡി ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് ഞാനത് ഓഡിയോ ക്യാപ്ചർ ഓൺ ചെയ്യാൻ മറന്നുപോയി. സോ ഒന്നും റെക്കോർഡായില്ല. ഇത് എന്റെ ബേസ്. നമ്മള് മേലെ ഒരു ഇതുണ്ടായിരുന്നു ഇഗ്ലു, ആൻഡ് അവിടുത്തെ 2 വില്ലേജർ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ബ്രീഡ് ചെയ്തിട്ട് ഈ കാണുന്ന ബേസ് ഇത്രയും ഫുള്ള് ബിൽഡ് ചെയ്തെടുത്ത്. ഇത്രയും നേരം ഇത് ഒരു സ്റ്റോറേജ് അല്ല, ഞാൻ പറഞ്ഞതിന് ശേഷം അലി അവന്റെ ചോര നീരാക്കി പണിയുന്നതാണ്. 6 ഏക്ക് ഒരു സ്റ്റാക്ക് ഡാർക്ക് ഓക്ക് ലോഗുണ്ട്. ആ മേടിച്ചോ, ഞാൻ എനിക്ക് പൈസ തരാം. ഇതിൽ 5 കയ്യിലുണ്ട്. സോ ഇത് എൻചാൻമെന്റ് ടേബിൾ, എൻചാൻഡിങ് ഏരിയ. ഇവിടെ എന്തായാലും ആരും എൻചാൻഡ് ഒന്നും ചെയ്യില്ല 100% ഉറപ്പുണ്ട്. കാരണം 100ൽ 110% ഉറപ്പാ. ഇവിടെ നിന്നൊന്നും മേടിക്കുന്നതെല്ലാം നമുക്ക് ഇതേപോലെ ബുക്കായിട്ട് കിട്ടും, മനസ്സിലായി? ഫെദർ ഫാളിംഗ് 4 5. അപ്പം ഇതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാണ് ഇത്. ആൻഡ് മറ്റേ 30 ലെവലൊന്നും കൊടുക്കണ്ട ഒരു അൺബ്രേക്കിംഗ് കിട്ടെ. സോ അങ്ങനെ ഇതാണ് കുറച്ചുകൂടി എളുപ്പം. ആൻഡ് എത്ര വേണേ ബുക്ക് നമുക്ക് അത്യാവശ്യം ഒരു ലിമിറ്റ് വരെ അത്യാവശ്യം ബുക്കെല്ലാം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനും പറ്റും. ഇതാണ് നമ്മൾ അയൺ എമറാൾഡ് ആക്കുന്ന ഒരു സ്ഥലം. ഇവന്മാർക്ക് കൊടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് നമ്മളെ ടൂൾ സെറ്റ്, ഇത് ആർമർ സെറ്റ്. നമുക്ക് ഇവിടുന്ന് ആർമർ റെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടുന്ന് ആർമർ എടുക്കണ്ട, നമുക്ക് മറ്റേ കിയോളിന്ന് ആർമർ കിട്ടും, ഡയമണ്ട് ആർമർ. പക്ഷെ അതിന് ലിമിറ്റെല്ലാം ഉണ്ടാവില്ലേ? സോ നമുക്ക് അത്യാവശ്യം ആർമറെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ആർമർ സെറ്റിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ടൂൾ സ്മിത്ത്. പക്ഷെ ഇവിടുന്ന് ടൂൾസ് ഒന്നും മേടിക്കേണ്ട ആവശ്യം ഇല്ല. എന്തായാലും ഇവിടുന്ന് അയൺ ട്രേഡ് ചെയ്യാൻ മാത്രം ഇത് ഇത്രയും പണിഞ്ഞു വെച്ചു. ഓക്കെ, അയൺ ഇത്രയും ട്രേഡ് ചെയ്യാനുള്ള അയൺ നമുക്കിപ്പോ കറന്റ്ലി കിട്ടുന്നില്ല, അതാണ് ഒരു സത്യം. ഫാം റെഡിയാക്കാൻ മതി. അടുത്ത് തന്നെ ഫാം സെറ്റ് ചെയ്യണം. അത് ഞാൻ മടിയില്ലെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് എന്തായാലും അത് വിടും. ഇത് റെക്കോർഡ് ചെയ്യാൻ തന്നെ കുറെ സമയം എടുത്ത്. ഇനി എന്തായാലും ഒരു 3-4 ദിവസത്തേക്ക് ഞാനിനി റെക്കോർഡൊന്നും ചെയ്യില്ല. ഞാനിനി വീട്ടിലധികം ഉണ്ടാവില്ല. ഞാൻ ഊട്ടിയിലെ കുതിരേനെ പിടിക്കാൻ പോകും. ഇവിടുത്തെ പിടി പോരായിട്ട്. സോ ഇത്രയേ ഉള്ളൂ ബേസ്. ഇപ്പൊ ഇനിയും ബേസ് കുറെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. വഴി ചെയ്യാം ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതല്ലേ നമുക്ക് അണ്ണൂനെ നിർത്തിക്കാം ഇവിടെ. അണ്ണൂര് റീചാർജ് ചെയ്ത് കൊടുത്ത് ഇവിടെ നിർത്തിക്കാം നമുക്ക്. വൈഫൈ വൈഫൈ ചെയ്തുതരാം. 1 മാസത്തെ വൈഫൈ ചെയ്ത് കൊടുത്ത് ഇവിടെ നിർത്തിക്കാം. ആൻഡ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാനിപ്പം വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ. സോ എഡിറ്റ് ചെയ്യുമ്പം ഞാൻ പറയുന്നത് ഒരുമാതിരി ഞാൻ ചൂടുരുളക്കിഴങ്ങ് വായിലിട്ട് സംസാരിക്കുന്ന പോലെ തോന്നേ. സോ ആരൊന്നും വിചാരിക്കരുത്. ബിക്കോസ് എൻ്റെ പല്ല് ഞാൻ ബ്രേസ്ലെറ്റ്, അതായത് ക്ലിപ്പ്, മലയാളത്തിൽ പറഞ്ഞാൽ കമ്പി ഇട്ടിട്ടുള്ള. സോ എനിക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. സോ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ എൻ്റെ ചുണ്ട് 2 മുട്ടിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എനിത്തോട്ടുള്ള വീഡിയോസ് ഞാൻ കുറച്ച് മുമ്പ് എടുത്തിയ. സോ അപ്പം അതിലുള്ള മിസ്റ്റേക്സ് ഉണ്ട്, ഞാനത് ഫിക്സ് ചെയ്യാൻ നോക്കാം. ചുണ്ട് മാക്സിമം മുട്ടിച്ച് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ബേസും ബൈ കാര്യങ്ങളെല്ലാം. എൻ്റെ ഇത് പുതിയ മെമ്പർ ഒന്നല്ല, പണ്ട് എൻ്റെ കൂടെ ഇല്ല, അധികം വീഡിയോയിലൊന്നും വരുത്തില്ല. ഫസ്റ്റ് ടൈം അല്ലടാ. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ കാണാൻ പോയി. എന്താടാ